ചെല്ലുക. ഇതിനകത്തെ പല വാക്കുകളും നമ്മൾ പലപ്പോഴും പല സമയങ്ങളിൽ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, അതിനകത്തെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നത് 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനെ പറ്റി നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു വന്നിരുന്ന വേദഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ഞാൻ ചുരുക്കമായിട്ടൊന്നുകൂടെ ഓർക്കാൻ വേണ്ടി മാത്രം ചില വാക്കുകൾ പറയുകയാണ്. 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ മഹത്വം, പുത്രനായ ദൈവം എല്ലാവരിലും ശ്രേഷ്ഠനാണെന്നും ദൂതന്മാരിൽ ശ്രേഷ്ഠനാണെന്നും നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിൽ നമ്മൾ ആ പുത്രൻ പറഞ്ഞ വചനങ്ങൾ 1-ാം അധ്യായത്തിൽ പറയുകയാണ്. പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് 1:1 പറയുന്നു. 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അതുകൊണ്ട് നമ്മൾ കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന് നമ്മളോട് പറയുന്നു. 3-ാം വാക്യത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ 2:3 പറയുമ്പോൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. ഇതെല്ലാം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുത്രൻ തമ്പുരാൻ പറയുന്നത് കേൾക്കണം, അത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം, നമ്മൾ ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗത്തിൽ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു, 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ദൈവത്വം, പുത്രൻ പിതാവിനോട് സമനായി ദൈവമായിരിക്കുന്നതിനെപ്പറ്റി നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് മനുഷ്യരൂപമെടുത്ത കർത്താവിനെ പറ്റി, ജഡരൂപത്തിൽ വന്ന, ജഡമെടുത്ത് നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കുവാൻ കടന്നു വന്ന പുത്രനെപ്പറ്റി നമ്മൾ വായിച്ചു. പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി നമുക്ക് ജീവപര്യന്തം അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠത. 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വേറൊരു നിലയെ കാണുമ്പോൾ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായ യേശു കർത്താവ്, ദൈവത്തോട് തുല്യനായ യേശു കർത്താവ് എന്നുള്ളതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയേക്കാൾ ശ്രേഷ്ഠനായ, നമ്മൾ വായിക്കും 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയെ പറ്റി പറഞ്ഞിട്ട് പറയാം, മോശയേക്കാളും വലിയവനായ ക്രിസ്തു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു മൊത്തത്തിൽ 8-ാം അധ്യായം 3:8 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ ഒരു തീം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യത്തെ പറ്റി വിവരിക്കുന്ന ഏക പുസ്തകമെന്ന് പറയുന്നത് എബ്രായ ലേഖനമാണ്. അതിന് 2-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിലാണ് ആദ്യമായിട്ട് വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിനെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം എബ്രായ വിശ്വാസികളോട് വിശദീകരിക്കുന്നതും ഹിസ് ഹൈ പ്രീസ്റ്റ് നമ്മൾ വായിക്കുന്നത് ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്നെസ് ഓഫ് ജീസസ്, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യം. അത് യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത് അവർക്കുണ്ട്, ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, അവർക്കൊരു ഹൈ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് യാഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു, ഇവിടെ 2-ാം അധ്യായത്തിന് അവസാനം വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു യേശു കർത്താവിനെ മഹാപുരോഹിതനായിട്ട് പറയുമ്പോൾ അവർക്ക് സംശയമുണ്ട്. മോശയും മഹാപുരോഹിതനായിരുന്നു, അവർക്ക് മഹാപുരോഹിതനായിരുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വായിച്ചതാണോ എനിക്ക് ഓർമ്മയില്ല. 99-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുകയാണെങ്കിൽ ഒന്ന് എടുത്ത് വായിക്കാം. സാംസ് നമ്പർ 99 വേഴ്സ് 6. അവിടെ നമ്മൾ കാണുന്നുണ്ട് മോശ ഒരു പുരോഹിതനായിരുന്നു വായിക്കുന്നുണ്ട്. വായിച്ചോന്ന്. എക്കോ വരുമായിരിക്കുമല്ലേ? അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും അവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരം അരുളി. അവിടെ ഒന്നുകൂടെ വായിച്ച്, ഞാൻ കേട്ടില്ലായിരുന്നു മുഴുവൻ. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അവന്റെ പുരോഹിതന്മാരിൽ മോശയും, ഞാനത് പറയാൻ വേണ്ടിയാ വന്നത്. അന്നേരം പഴയ നിയമത്തിൽ പുരോഹിതനായിട്ട് ആരെ പറയുന്നുണ്ട്? മോശയെ പറയുന്നുണ്ട്. ഇവിടെ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ നമുക്ക് ഒരു പുരോഹിതനായിട്ട് യേശു കർത്താവിനെ പറ്റി പറയുമ്പോൾ 3-ാം അധ്യായത്തിൽ അവർക്ക് സംശയം തോന്നും. ഞാൻ പറഞ്ഞതെന്ന് മോശയും ഒരു പുരോഹിതനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയെക്കാളും വലിയ പൗരോഹിത്യം അല്ലെങ്കിൽ മോശയേക്കാൾ വലിയവനായ ക്രിസ്തുവിനെയാണ് നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. പിന്നെ മോശയിലൂടെ വളർന്ന ഇസ്രായേൽ മക്കൾ തുടർന്നുള്ള വാക്യങ്ങളിൽ സ്വസ്ഥതയിലേക്ക് കടന്നു വരികയാണ്. മോശയിലൂടെ കൊണ്ടുവരപ്പെട്ട ഇസ്രായേൽ മക്കൾ ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല, അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 4-ാം അധ്യായത്തിൽ വന്നപ്പോഴും
നമ്മൾ സ്വസ്ഥതയെ പറ്റി കണ്ടു. അവിടെ നമ്മൾ പറഞ്ഞ രണ്ട് സ്വസ്ഥത ഒന്ന് ഞാൻ ജസ്റ്റ് ഓർപ്പിച്ചിട്ട് പോവുകയാണ്. ഒന്ന്, കനാനിലെ സ്വസ്ഥത. അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തതായിരുന്നു. ഇസ്രായേൽ മക്കൾ അതിൽ പ്രവേശിച്ചില്ല. അത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എല്ലാം പറയുമ്പോഴൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എല്ലാം ഞാൻ പറഞ്ഞ ആദ്യം തൊട്ടേ പുത്രൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പറയുന്നു. അവൻ അരുളി ചെയ്തത് ഒഴുകിപ്പോകാതിരിക്കണം, ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞു തുടങ്ങിയെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ എന്ന് പറയുന്നു. എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ഹൃദയം കഠിനപ്പെടാതിരിക്കണം, അന്യോന്യം പ്രബോധിപ്പിക്കണമെന്ന് പറയുന്നു. എല്ലാറ്റിനകത്തും നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവം പുത്രനിൽ കൂടെ പറഞ്ഞ വാക്കുകൾ നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കപ്പെട്ട് നമ്മൾ ശക്തിപ്പെടണമെന്നുള്ളൊരു ദൂതാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ പറ്റുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ആ ഏൽപ്പിച്ച കനാൻ നാടിനെ പറ്റിയുള്ള വാഗ്ദത്തം അവർക്ക് കൊടുത്തിരുന്നെങ്കിലും കേട്ട വചനം അവർക്ക് ഗുണമായിട്ട് വന്നില്ല. സദ്വർത്തമാനം കേട്ടവരെങ്കിലും അതവർക്ക് ഗുണമായി ഭവിച്ചില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചരിത്രം പറഞ്ഞു. 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇടയ്ക്ക് നമ്മളോടും പറയുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്, അവരെ പോലെ ആയിത്തീരരുത്. 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും 4-ാം അധ്യായത്തിന് അവസാനം വരെ രണ്ടാമത്തെ സ്വസ്ഥത പറയുകയാണ്. അത് ഞാൻ പറയുന്നത് ശബത്ത് അനുഭവം, ശബത്തിന്റെ സ്വസ്ഥതയെ പറ്റി. ഒന്ന് കനാൻ നാടിന്റെ സ്വസ്ഥത, രണ്ടാമത് ശബത്തിന്റെ സ്വസ്ഥത. എന്നാൽ ശബത്തിന്റെ സ്വസ്ഥത അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നില്ല. അവർക്ക് ഒരു ശബത്ത് ആചരണം മാത്രമേ കൊടുത്തുള്ളെങ്കിലും നമ്മളോട് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളോട് എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് 9-ാം വാക്യത്തിൽ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ പറയുന്ന ഈ സ്വസ്ഥത, ശബത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ശബത്ത് റെസ്റ്റ് എന്നാണ്. അതിന് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സബത്തിസ്മോസ് എന്നാണ്. ബാക്കിയുള്ളതെല്ലാം റെസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം പുതിയ നിയമ വിശ്വാസികൾക്കൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് മുമ്പിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് അവരെത്തിച്ചേർന്നില്ല, അനുസരണക്കേടുകൊണ്ട് അവർ എല്ലാം പട്ടുപോയി, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളോടും പറയുകയാണ് നാമും അവരെപ്പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അത് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു. എങ്കിലും കേട്ടവരായ അവർക്കത് ഉപകാരമായി വന്നില്ല. പിന്നെ നമ്മൾ പറയാണ് വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം നമുക്കൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അതിൽ തുടർന്നുള്ള വേദഭാഗങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നമുക്കൊരു സ്വസ്ഥതയുണ്ട്. ഇനി ഞാൻ പറയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ റെസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അവർക്ക് ഭൗമികമായി പാലും തേനും ഒഴുകുന്ന ദേശം എന്നുള്ളൊരു സ്ഥലത്തെക്കുറിച്ചുള്ള റെസ്റ്റ്, അവർക്ക് ഭൗമികമായ നന്മകൾ ലഭിക്കും. അവര് കെട്ടാത്ത തോട്ടങ്ങൾ, അവർക്ക് മനസ്സിലാക്കാത്ത അവർക്ക് ലഭിക്കാത്ത കിണറുകൾ, നമ്മൾ അങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട്. അവിടെ അവർ കൈകൊണ്ട് അധ്വാനിക്കാത്ത ചിലത് ലഭിക്കുന്ന ഒരു ഭൗമികമായ ഒരു റെസ്റ്റായിരുന്നു ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. എന്നാൽ ഇവിടെ ഈ ശബത്ത് അനുഭവം എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റിനെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ശബത്ത് അനുഭവത്തിന് റെസ്റ്റ് എന്ന് പറയുന്നത് അത് എന്താണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും ഇങ്ങനെ അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, 10-ാം വാക്യം, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ. ശ്രദ്ധിക്കുക, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന്. ഈ സ്വസ്ഥതയുടെ പ്രത്യേകത, ദൈവം സ്വസ്ഥമായ സ്വസ്ഥതയ്ക്ക് തുല്യമായ ഒരു സ്വസ്ഥത പുതിയ നിയമവിശ്വാസിക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച പോലെ ഭൗമികമായ ഒരു ഫിസിക്കൽ റെസ്റ്റ് അല്ല. ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ഈ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവം സകലതും നിർമ്മിച്ചതിന് ശേഷം 7-ാം ദിവസം താൻ നോക്കി സകലതും നല്ലതെന്ന് കണ്ടു. ദൈവം, നമ്മൾ വായിച്ചതാണ്, ദൈവം ആ സ്വസ്ഥത അനുഭവിച്ചു. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നോക്കി ദൈവം നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ മേഖലകളിൽ, കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ കണ്ട് ഒരു സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന 10-ാം അധ്യായത്തിൽ, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ
എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ. ഈ ശ്രദ്ധിക്കുക, ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വസ്ഥത ദൈവത്തിന്റെ സ്വസ്ഥതയാണ്. ഒന്നുകൂടി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏതാ ആ വാക്യം വായിക്കുമ്പോൾ, ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ, ഞാൻ വാക്യം വായിക്കട്ടെ. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമ്മതഇഷ്ടാന്തത്തിനൊത്തോളം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. എന്തേ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ദൈവം കയറിയ ആ സ്വസ്ഥത സകലതും നല്ലതെന്ന് കണ്ട് താൻ അനുഭവിച്ച സ്വസ്ഥത പോലെ ദൈവമക്കൾക്ക് വേണ്ടി ഒരു സ്വസ്ഥത ദൈവം പുതിയ നിയമത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതാണ് ആത്മീക മച്യൂരിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറയാം, പല ആൾക്കാരും ഫിസിക്കൽ റെസ്റ്റ് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. ഞാൻ പറഞ്ഞ പോലെ ഭൗമിക നന്മകളിൽ എല്ലാം സെറ്റിലാകാൻ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠകരമായ ഒരു റെസ്റ്റ് പുതിയ നിയമ ദൈവസഭയ്ക്ക് ദൈവം നൽകിക്കുന്നു. ഞാൻ പറയാം, ഇസ്രായേൽ മക്കൾക്കൊക്കെ പാലും തേനും ഒഴുകുന്ന ദേശം സകല നന്മകളുടെയും കൂടാരമായിട്ട് അവർക്ക് ലഭിച്ചപ്പോൾ, പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാരെ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഷ്ടതയിലും പ്രയാസത്തിലും, എന്നാൽ അവരുടെ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ റെസ്റ്റ് ആയിരുന്നു. മറ്റൊരു ഒരു ഫിസിക്കൽ പുറമേയുള്ള റെസ്റ്റ് ആയിരുന്നെങ്കിൽ, ഭൗമിക നന്മകളുടെ റെസ്റ്റ് ആയിരുന്നെങ്കിൽ, നമുക്കറിയാം പുതിയ നിയമത്തിൽ ശിഷ്യന്മാരൊക്കെ അനുഭവിച്ചത് ആന്തരികമായൊരു റെസ്റ്റ് ആയിരുന്നു. എല്ലാറ്റിനകത്തും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. അവർക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നെങ്കിലും അവർക്ക് സ്വസ്ഥത കൊടുക്കുന്ന ഒരു ദൈവത്തിൽ, ആ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാ എബ്രായ വിശ്വാസികളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രായ വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടതുപോലെ, നമ്മൾ വായിച്ച ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ കഷ്ടതയിൽ കൂടി കടന്നു പോവുക. നഷ്ടങ്ങൾ, സമ്പത്തിന്റെ നഷ്ടം, അപഹാരം, അതുപോലെ തന്നെ അവർക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ, സ്വജനത്തിൻ്റെ ആലുള്ള ആപത്തുകൾ, ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമുക്കൊരു കാര്യം അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്, അവരെ എൻകറേജ് ചെയ്യുവാൻ പൗലോസ് പറയുകയാണ്, ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പിരിച്വൽ റെസ്റ്റ്, അതിലേക്ക് നിങ്ങൾ കരയറണം എന്നുള്ള ഒരു വലിയ സത്യം. ഇവിടെ ഈ സ്പിരിച്വൽ റെസ്റ്റ്, ആത്മീക സ്വസ്ഥത എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ ദൃഷ്ടാന്തത്തിന് ഒത്തോണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക എന്ന് പറഞ്ഞു. there is a promise. ഇന്ന് ഞാൻ പറയാം, നമുക്ക് സ്വസ്ഥമായ ജീവിതത്തിന്റെ ഒരു പ്രോമിസ് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വഴിയിൽ വരാതിരുന്നാൽ അസ്വസ്ഥമായ, അല്ലെങ്കിൽ ഒരു റെസ്റ്റില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള, ഒരു അൺഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഈ വചനത്തിൽ പറയുന്നുണ്ട്. അവരോട് പറയുക, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുമ്പോൾ നമുക്ക് അസ്വസ്ഥമായൊരു ജീവിതം, എൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ, ഞാൻ തകർന്നു പോയല്ലോ, ഇനി എന്നെ കൊണ്ട് കൊള്ളത്തില്ല. എന്നാൽ ഞാൻ പറയാം, ഇന്ന് രാത്രികാലം ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന സ്വസ്ഥത, പ്രതിസന്ധികളിൽ ഈ എബ്രായ വിശ്വാസികളോട് പറഞ്ഞതുപോലെ നഷ്ടങ്ങളിലും പ്രതിസന്ധികളിലും അവർ ദൈവത്തിൻ്റെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ വേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്. ഇനി എങ്ങനെ ഈ സ്വസ്ഥതയിൽ എത്തിച്ചേരാം എന്നുള്ള വിഷയം ഞാൻ അതാണ് ഇനി പറഞ്ഞു വരാൻ പോകുന്നത്. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് അതാണ്. നമ്മൾ പറഞ്ഞതുപോലെ അവർക്കൊരു പ്രോമിസ് കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ, ആ സ്വസ്ഥതയിൽ നാം പ്രവേശിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. ഒരു കാര്യം പറയാം, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നേരിട്ട് വെറുതെ കയറുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു സ്വസ്ഥത നമുക്കുണ്ട്, കർത്താവ് ചെയ്തെടുത്ത സ്വസ്ഥത, ക്രൂശിൽ ചെയ്തത്. അത് വിശ്വാസത്താൽ നമ്മൾ കയറി, നമ്മൾ ദൈവമക്കളായി തീർന്നു, നിത്യജീവൻ അവകാശികളായി തീർന്നു, കർത്താവിനെ പിൻപറ്റി നമ്മൾ പോകുന്നു. എന്നാൽ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ അൺറെസ്റ്റുള്ള, നമ്മൾ ഒരു അസ്വസ്ഥരാകുന്നു, സ്വസ്ഥത ഇല്ലാത്തവരാകുന്നെങ്കിൽ നമ്മൾ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്ത സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടില്ല. ദൈവരാജ്യത്തിന്റെ അകത്ത് ഒരു സ്വസ്ഥതയുണ്ട്. യേശു കർത്താവ് ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. കാര്യം അവിടെ പറയുമ്പോൾ
ഒരു ഫിസിക്കൽ അല്ല, മറ്റേ നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. അതെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള റെസ്റ്റാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പുതിയ നിയമവിശ്വാസികൾക്ക്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ പോലെ എല്ലാം കഷ്ടതയാണെന്നല്ല. ദൈവം നമുക്ക് നൽകുന്ന ദൈവമാണ്, ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. നിരാശപ്പെടേണ്ട, ഇനി സഹിക്കാൻ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. ദൈവം നമുക്കെല്ലാം തരും. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ പറയാം, അതിൻ്റെ മേൽ അതിജീവിക്കുവാൻ തക്കവണ്ണം നമ്മളൊരു കൃപ, ഒരു ശക്തി ദൈവം നമുക്ക് നൽകും. നമ്മൾ തുടർന്നുള്ള 2 വാക്യങ്ങളിൽ നമ്മുടെ മലയാളം ബൈബിൾ 12-ാം വാക്യം ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് തുടങ്ങുന്നത്, ഇത് കണക്റ്റഡ് ആണ് ആ വാക്ക്. ഇംഗ്ലീഷിൽ അതിൻ്റെ 12-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് എന്തിനാ ഇംഗ്ലീഷ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ദ വേർഡ് ഓഫ്, ഫോർ എന്ന് പറഞ്ഞാൽ ദെയർ ഫോർ എന്നുള്ള മീനിങ് ആണ്. ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്സാഹിക്കേണ്ടതിൻ്റെ കാരണം എന്താണ്? നമുക്ക് എത്തിപ്പറ്റാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെടും. എൻ്റെ അച്ഛാ, അത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്തിച്ചേരാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ എന്നോർത്ത് നമുക്ക് നിരാശ വരാം. എന്നാൽ നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക എന്ന് പറയുമ്പോൾ, പഴയ നിയമത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവരുടെ പ്രശ്നം പറഞ്ഞിട്ട് പറയുകയാണ്, പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നൽകിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വസ്ഥതയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ദൈവമക്കൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്വസ്ഥത. അതുകൊണ്ട് പറഞ്ഞത് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. എന്നിട്ടിങ്ങനെ നമുക്ക് ശരിക്കും വേണമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മളതിനെ വ്യാഖ്യാനിച്ച് എങ്ങനെ പറയണം? ഫോർ എന്നുള്ളതിന് എന്തെന്നാൽ, ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നും പറഞ്ഞ് 12-13 വാക്യങ്ങളിൽ ദൈവവചനത്തിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുകയാണ്. അതായത് ഒന്ന്, ഞാൻ പറയാം, സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്പിരിച്വൽ റെസ്റ്റിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ഒന്നാമത് നമുക്ക് എന്തുണ്ട്? ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ വേർഡ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഒന്നതാണ് ദൈവത്തിൻ്റെ വചനം. രണ്ടാമത് അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആകയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 14-ാം വാക്യം therefore എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 14 ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. രണ്ടാമത് പറയുന്ന 14 മുതലുള്ള വാക്യങ്ങളിൽ ഒന്ന്, നമുക്കൊരു ദൈവത്തിൻ്റെ വചനമുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം പിന്നീട്. 11, 12, 13 വാക്യങ്ങൾ. 14-ാം വാക്യത്തിൽ പറയുകയാണ്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. നമുക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്. ഒന്നാമത് നമ്മൾ പറയുകയാണ്, നമുക്ക് ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ വചനം എന്തു ചെയ്യുന്നു? രണ്ടാമത് പറയാം, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കേണ്ടതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ അസ്വസ്ഥരായൊരു ക്രിസ്തീയ ജീവിതം, അത് ഞാൻ എപ്പോഴും പറയുന്ന പരാജയപ്പെട്ട ക്രിസ്തീയ ജീവിതമാണ്. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ജയകരമായ, അല്ലെങ്കിൽ യേശു കർത്താവ് റെസ്റ്റ് ചെയ്തതുപോലെ, മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെന്നുള്ള വിശ്വാസം, നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവം അതിനകത്ത് തന്നെ പണിയുന്നെന്നുള്ളൊരു ചിന്ത, പ്രതിസന്ധികൾ വരുമ്പോൾ പോക്കുവഴി ദൈവം ഒരുക്കുമെന്നുള്ള വിശ്വാസം, ഞാൻ പറയും, ഇതെല്ലാം ഒരു സ്വസ്ഥതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ വാക്യം നമ്മൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്. ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഹാവിങ് ആൻ ആക്റ്റീവ് ആൻഡ് ഷാർപ്പർ ദാൻ എനി two-edged sword and piercing as far as the division of soul and spirit, of both joints and marrows, and able to judge the thoughts and intentions of the heart. മലയാളത്തിൽ അത് ഈ നമുക്ക് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് അത് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതും ലിവിങ് ആൻഡ് ആക്റ്റീവ്. നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ജീവനുള്ള, അതുപോലെ തന്നെ ചലിക്കുന്നതുമായ, ഷാർപ്പർ ദാൻ ദ two-edged sword, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, അകത്തേക്ക് കടന്ന്, പിയേഴ്സിങ്, അകത്തേക്ക് കടന്ന് എന്നിട്ട് അവിടെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എന്ത് ചെയ്യുന്നു?
നമ്മളിങ്ങനെ മലയാളത്തിൽ വായിക്കുമ്പോൾ പ്രാണനെയും ഇവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇച്ചിരി ക്ലിയർ ആണ്. ഇറ്റ് ഡിവൈഡിങ് ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ്, പിന്നെ ജോയിൻസ് ആൻഡ് മാരോസ്, തോട്ട്സ് ആൻഡ് ഇന്റൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മുടെ മലയാളത്തിൽ വായിക്കുമ്പോൾ പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോൺസ്, സന്ധിയെയും മജ്ജകളെയും വേർതിരിക്കും. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കും. ദൈവത്തിന്റെ വചനം ഇതെന്തിനാ വിവേചിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്തിനാ വിവേചിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. കാര്യം അവിടെ നമ്മുടെ ഞാനതിന് ഒരു ഉദാഹരണം പറയാം. എന്തിനാണ് ഈ സോളും സ്പിരിറ്റും തമ്മിൽ എന്ന് പറയുന്നത്? നമ്മുടെ ചിന്താമണ്ഡലമാണ് നമ്മൾ ഈ സോൾ എന്ന് പറയുന്നത്. സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് യൂണിയനിലാകുന്നത് നമ്മുടെ സ്പിരിറ്റിലാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാത്മാവിന്റെ ചിന്തകൾ കൊണ്ടുവരുന്നത് നമ്മുടെ ആത്മാവാണ്. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് നാം ദൈവത്തിന്റെ മക്കളെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? നമ്മോട് സംസാരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സോള്, നമ്മുടെ ചിന്താമണ്ഡലവും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നൊക്കെ പറയുന്ന വ്യത്യാസം മനസ്സിലാകുമെന്ന് വിശ്വസിക്കുക. എന്നാൽ ഈ രണ്ട് ചിന്തകളും സംസാരങ്ങളും നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചിലത് നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളായിരിക്കും, ചിലത് നമ്മളെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന ചിന്തകളായിരിക്കും. പക്ഷേ നമുക്ക് പലതും തിരിച്ചറിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ട് ഗുണം എന്ത് ചെയ്തു തരും? ഡിവൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരും. പലപ്പോഴും ഈ പ്രോഫസിയൊക്കെ പറയുമ്പോൾ പലപ്പോഴും പല വിഷയങ്ങൾ സംഭവിക്കുന്ന ഒരു തെറ്റ്, നമ്മുടെ ഉള്ളിൽ ആലോചനകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിസേൺ ചെയ്യപ്പെടാതിരിക്കും. ദൈവത്തിന്റെ വചനത്താൽ, ഇവിടെ പറയുക, ദൈവത്തിന്റെ വചനത്താൽ അതിനെ ഡിവൈഡ് ചെയ്യണം. സോളിനെയും സ്പിരിറ്റിനെയും, അതായത് നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നതിനെയും ആത്മാവിൽ നിന്ന് വരുന്നതിനെയും നമ്മൾ ചിന്തിക്കും. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്ലോ വന്നുകൊണ്ടിരിക്കും. വചനത്തിന്റെ ആ കത്തി വെച്ചിട്ട് നമ്മൾ അതിനെ നോക്കുമ്പോൾ ആ വരുന്ന ആലോചന നമ്മളെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതാണോ? ഇപ്പൊ ഇങ്ങനെ പറയാം, വലിയൊരു പ്രശ്നം മുമ്പിൽ വന്നു, പെട്ടെന്ന് മനസ്സ് പറയും, എടാ നീ തീരാൻ പോവാ. എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം, വലിയൊരു പ്രശ്നം വന്നു, ഇനി എന്തായി തീരും? പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം വിട്ടു. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് ഇതിനെ വേർതിരിച്ച് കാണിക്കുന്നത്. നമ്മുടെ ആ പ്രത്യാശയെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാ. അതുപോലെ ആഴത്തിൽ കയറി ഉള്ളിലുള്ള ചിന്തകളെ വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ സോളിനെയും സ്പിരിറ്റിനെയും വേർപിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും സന്ധിമഞ്ചുകളെ വേർപിരിക്കുന്നത് വരെ ചെല്ലുന്നതും. പിന്നെ അടുത്തത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആഴത്തിൽ. ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ 12ഉം 13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ പറ്റി തന്നെ ഞാൻ പറഞ്ഞു. 12ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തെ ഒരു ഇരുവായ്ത്തിലുള്ള വാള്, ആ വാള് കൊണ്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതിനുശേഷം 13ാം വാക്യത്തിൽ വായിക്കുമ്പം അതേ ദൈവത്തിന്റെ വചനത്തിന്റെ അവിടെ അവനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, 12ാം വാക്യം വചനമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 13ാം വാക്യത്തിൽ പറയുന്നത് അവനും അറിഞ്ഞിരിക്കുന്ന സൃഷ്ടികളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം തന്നെയാണ് ക്രിസ്തു. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ, അന്നേരം ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ആ വചനം തന്നെ പറഞ്ഞിട്ട് പറയുക, അവനും അറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. എന്നാൽ വചനത്തെ പറ്റി പറയുമ്പോൾ രണ്ടായിട്ട് പറയുക. ഒന്ന്, അതൊരു വാള്, ഒരു സർജറി ചെയ്യുന്ന ഡോക്ടറിന്റെ കയ്യില് ഒരു മുറിക്കാൻ വേണ്ടി ഒരു ബ്ലേഡ് ഇരിക്കുന്നത് പോലെ. ഒന്ന്, 13ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നറിയോ? അവനും മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ ദൃഷ്ടിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത് എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ അവനെ നമ്മൾ അൾട്രാസൗണ്ട് മെഷീനിൽ കൂടോ ഒരു എക്സ്റേയിൽ കൂടെ കയറ്റി വിട്ട് അവന്റെ സകല ഭാഗങ്ങളും മനസ്സിലാക്കുന്നത് പോലെ, എന്നിട്ട് കത്തി കൊണ്ട്
അതിൻ്റെ അത് വേർതിരിക്കുന്നത് പോലെ ഈ 12ഉം 13ഉം വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു ഇരുവായ്ത്തലുള്ള വാളിനെ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത് നമ്മൾ വായിക്കുന്ന ഒരു സ്കാനിങ് മെഷീനെ പോലെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. ഈ സർജറിക്ക് വരുന്ന ഈ വാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട്, അത് ജീവനും ചൈതന്യമുള്ളതാണ്, ലിവിങ് ആൻഡ് ആക്റ്റീവ്. ഈ കത്തി വെക്കാൻ നമ്മൾ വെച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഉള്ള ഗുണം, അത് ജീവനോടെ കടന്നു വന്ന് ഈ ഞങ്ങളുടെ ഈ സർജിക്കൽ ബ്ലേഡൊക്കെ ഞങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡിൽ ഇങ്ങനെ ലെങ്ത് എഴുതിയിട്ടുണ്ട്. അവർ നേരത്തെ നോക്കിയിട്ട് ഇത്ര താഴെയാണ് സർജറി എന്ന് കണ്ടിട്ട് എന്താ പറയുക, ബ്ലേഡിൽ അടയാളപ്പെടുത്തിയിട്ട് അത്രയും താഴോട്ടായിരിക്കും ഈ ബ്ലേഡ് സർജറി ഒക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നത്. ആ അളവ് വെച്ചിട്ടാണ് പോകുന്നത്. താഴെ ഒത്തിരി മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ വേറെ കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നതുകൊണ്ട് കറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ പറ്റി പറയുന്നത്, ഈ സർജറിക്ക് നമ്മൾ തയ്യാറാണെങ്കിൽ, ഈ മുറിക്കലിന് തയ്യാറാണെങ്കിൽ, ദിസ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വെക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അത് തന്നെ പോയി എന്ത് ചെയ്യുമെന്നറിയാമോ, കണ്ടുപിടിച്ച് വേണ്ടുന്ന നിലയിൽ ഓപ്പറേഷൻ ചെയ്യും. ഞാൻ പറയാം, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിന് വചനത്തിന് കീഴ്പ്പെടുന്നവരായിരിക്കണം. വചനം എന്നെ ക്രിയ ചെയ്യാൻ വേണ്ടി, അനുസരിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരാകണം. നമ്മുടെ ചിന്തകളിൽ വരുന്ന ജഡത്തിനെ വെച്ച് കഴിഞ്ഞാൽ സോളിന്റെ ചിന്തകളും ആത്മാവിന്റെ ചിന്തകൾ ജീവനും ജീവിപ്പിക്കുന്നതുമാണ്. നമുക്കറിയാം, വചനത്തിൽ വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനാണ്. ഞാൻ പറയാം, ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ചിന്തകളെ വേർതിരിച്ച് നമ്മളെ ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വചനം. അതിന് മുമ്പായിട്ട് അത് നമ്മൾ പറഞ്ഞതുപോലെ അവിടെ നമ്മളെ എന്ത് ചെയ്യും, അൾട്രാസൗണ്ട് മെഷീൻ പോലെ നമ്മളെ സ്കാൻ ചെയ്യാൻ. പലപ്പോഴും നമ്മൾ യാക്കോബ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവജനം കണ്ണാടിക്ക് തുല്യം നമ്മളെ തന്നെ കാണുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും നമ്മളെ വിവേചിക്കുന്നതാണെന്ന് കാണുന്നുണ്ട്. ഹൃദയത്തെ ആർക്ക് വിവേചിക്കാമെന്ന് ചോദിക്കുമ്പോൾ ആ ഹൃദയത്തെ വിവേചിച്ച് നമുക്ക് കാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇതിനകത്ത് ഞാൻ പറയാം, നമുക്ക് സ്വസ്ഥതയിലേക്ക് കരയേറുവാൻ ഇങ്ങനെ പറഞ്ഞത്, നമ്മളോട് പറഞ്ഞ വാണിംഗ് ആണ് ഒന്ന്. നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ വാക്യത്തിൽ വായിച്ചതുപോലെ ഇങ്ങനെ നമുക്കൊരു 11-ാം വാക്യത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക, ആ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴരുത്. ഒരു വാണിംഗ് സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കാൻ ഒരു വാണിങ്ങും. രണ്ടാമത് നമ്മൾ കാണുന്നത് അതിന് അടുത്ത വാക്യത്തിൽ പറയാം, ഒരു പ്രോമിസാ, വി ക്യാൻ എൻ്റർ ഇൻ ടു ദാറ്റ് റെസ്റ്റ്. ആ സബത്തിസ്മോസ് എന്ന് പറയുന്ന ആ സ്പിരിച്വൽ റെസ്റ്റിലേക്ക്, ആത്മീയ സ്വസ്ഥതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കയറാമെന്നുള്ള ഒരു വാഗ്ദത്തമാണ് നമ്മൾ കാണുന്നത്. അതിന് ഒന്നാമത് പറയുകയാണ് ഫോർ, അതായത് നമുക്ക് ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത്, നമ്മളെ ശോധന ചെയ്ത് ഡിവൈഡ് ചെയ്ത്, അവിടെ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ആ വാക്യം ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത്. ഞാനത് ചിന്തിച്ചു, ചിന്തകളെ മാത്രമല്ല ഭാവങ്ങളെയും, നമ്മുടെ ഇന്റൻഷൻസ്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഇന്റൻഷൻസാ. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടു സഹോദരനോട് സംസാരിക്കുമ്പോൾ പുറമേ എനിക്ക് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, പക്ഷെ അകത്ത് ദേഷ്യമുണ്ടായിരിക്കാം. പക്ഷെ ഇതിനെപ്പോലും ദൈവത്തിൻ്റെ വചനം വിവേചിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ പോലും ദൈവത്തിൻ്റെ വചനം വിവേചിക്കാൻ മതിയായതാ. അതുപോലെ നമ്മൾ രണ്ടാമത് വായിച്ചതുപോലെ അതിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. എക്സ്റേ മെഷീന്, അൾട്രാസൗണ്ട് മെഷീന്, അതിനേക്കാൾ അപ്പുറമായിട്ട് മുഴുവൻ മലർന്ന് ദൈവത്തിൻ്റെ സന്നിധി കിടക്കുക. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ആരെന്നെ വിടുവിക്കും. 19-ാം സങ്കീർത്തനം. ഇന്ന് രാത്രി കാര്യം പറയാം, ദൈവത്തിൻ്റെ വചനം പറയുക, ഒരു സ്വസ്ഥതയുടെ ഒരു പ്രോമിസ് നമുക്കുണ്ട്. അത് പ്രവേശിക്കുവാനുള്ള വഴി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വചനം നമ്മളെ ക്രിയ ചെയ്യും. ഞാൻ പറയാം, വചനത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി, വചനത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി, ആ വചനം അവരെ ക്രിയ ചെയ്ത് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഇടയാക്കും. ഇനി വചനം സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മുടെ ജീവിതത്തിലെ ചിന്തകളിലെയും നമ്മുടെ വിചാരങ്ങളിലെയും സ്വസ്ഥതയ്ക്ക്
എതിരായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മളെ വെളിപ്പെടുത്തും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ചോദ്യം, സ്വസ്ഥതയ്ക്ക് വെളിപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അടുത്ത വാക്യത്തില്, അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഈ ദൈവത്തിന്റെ വചനത്തെ പറ്റി ഒത്തിരി ഭാഗത്ത് പറയുന്നുണ്ട്. ഈ യെരമ്യാ പ്രവചനത്തിൽ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം അത് ആത്മാവും ജീവനുമാകുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. ആത്മാവിന്റെ വാൾ കൈക്കൊള്ളണമെന്ന് നമ്മൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ദൈവത്തിന്റെ വചനം അതിൽ ആഴത്തിൽ അതിന് ചെവി കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ സകല മേഖലകളെയും അത് ഡിസൈൻ ചെയ്യും. അവന്റെ ജീവിതത്തിലെ കുറവുകളെ അവന് കാണിച്ചു കൊടുക്കും, അവനെ മനസ്സിലാക്കി കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി. രാത്രികാലം ഞാൻ പറയാം, എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? നമുക്കതൊരു വലിയ പ്രോമിസാണ്. ഇസ്രായേൽ മക്കളോട് നോക്കിയിട്ട് പറയുക, അവരാ പ്രോമിസിൽ കരേറിയില്ലാത്തത് കൊണ്ട് മരുഭൂമിയിൽ പട്ടുപോയി. ഒത്തിരി മിറക്കിൾസ് കണ്ടവരായിരുന്നു അവര്. എന്നാൽ ഇന്ന് രാത്രികാലം പറയാം, മിറക്കിൾസ് കാണുന്നവരെ മാത്രമല്ല, നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, അതിനപ്പുറമായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്വസ്ഥത ദൈവം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കരയറണമെന്ന് പറയുക. ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠകരമായി മാറുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഇന്ന് രാത്രികാലം നമുക്ക് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വചനം നമ്മളെ പണിയുന്നതിന് വേണ്ടി, വചനം നമ്മളെ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 14 മുതൽ 16 വാക്യങ്ങളിൽ പിന്നെ രണ്ടാമത്തെ ഭാഗം പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ ഭാഗം 12ഉം 13ഉം വാക്യങ്ങളിൽ പറയുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? അത് ഒരു വാള് പോലെ, ഒരു സർജന്റെ ഒരു ബ്ലേഡ് പോലെ നമ്മളെ മുറിക്കുകയും, പക്ഷേ അതിനപ്പുറമായിട്ട് ജീവൻ ഉണ്ടായി അകത്തോട്ട് കടന്നു എന്ന് മുറിക്കുന്നത് പോലെ, അതുപോലെ തന്നെ അത് നമ്മളെ സ്കാൻ ചെയ്യുന്നതാ. അവന്റെ സൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഒരു സ്കാനിങ് മെഷീൻ പോലെ സ്കാൻ ചെയ്ത് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നതാ. എന്നിട്ട് അതിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ഞാനിങ്ങനെ വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ ജീവിതത്തിന്റെ മേഖലകളിൽ വചനം ക്രിയ ചെയ്ത് വചനത്തിലൂടെ തൻ്റെ കുറവുകളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ ഇനി എന്തു ചെയ്യും? ദൈവത്തിന്റെ വചനം അവന്റെ നമ്മൾ വായിച്ചതുപോലെ തന്നെ അവന്റെ ഇന്റൻഷൻസിനെ വിവേചിച്ചു, അവന്റെ ഭാവത്തെ വിവേചിച്ചു. അവൻ പുറമേ കാണിക്കുന്ന അവന്റെ ഉള്ളിൽ അവന്റെ ആ ഇന്റൻഷൻ റോങ് ആണെന്ന് ബോധ്യപ്പെടുത്തി. കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പരാജയപ്പെട്ടു പോകുമോ? അപ്പോൾ പറയുകയാണ് 14-ാം വാക്യത്തിൽ, ഭയപ്പെടണ്ട, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങൾ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അവർക്ക് അവർക്ക് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് വേറെ കാര്യം പറയുകയാണ്. അവര് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇംഗ്ലീഷിൽ എന്താ വാക്ക് പറഞ്ഞേക്കുന്നത്? ഹൈ പ്രീസ്റ്റ്. അതിൻ്റെ ഒരു വാക്കുണ്ട്, ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. ഞാൻ പറഞ്ഞ ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആയിട്ട് നമുക്കുണ്ട്. കാര്യം അവരോട് പറയുക, യേശു കർത്താവ് നിങ്ങൾ കണ്ടിട്ടുള്ള പുരോഹിതന്മാരിലും മഹാപുരോഹിതനേക്കാളും ശ്രേഷ്ഠനാണ്. അവൻ ആകാശത്തിൽ കൂടെ, അത് വിശദീകരിക്കേണ്ട ഭാഗമാണെന്നാലും ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാരെ നോക്കി താൻ മേഘങ്ങളിൽ കൂടെ താൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന ശിഷ്യന്മാരെ കണ്ടതാണ്. അതുകൊണ്ട് ഇവരോട് പറയുകയാണ്, ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത വാക്യം പറയുന്നത്, നമ്മുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് കഴിഞ്ഞ 3-ാം അധ്യായത്തിൽ 2-3 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ സ്വീകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വീകാര്യം എന്നുള്ളത് നമ്മളതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞത് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത് എന്നൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. വിശ്വാസത്തിന്റെ സ്വീകാര്യം മുറുകെ പിടിക്കണം. എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തുമ്പോൾ നിരാശപ്പെട്ടു പോകുകയല്ല, വിശ്വാസത്തോടെ നമുക്കൊരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് നമ്മൾ വിശ്വാസം മുറുകെ പിടിക്കണം.
നമ്മൾ 3-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു എന്തായിരുന്നു? പ്രത്യാശയുടെ ധൈര്യവും അഭിമാനമൊന്നും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. അതുപോലെ നമ്മൾ അതിൻ്റെ തന്നെ 14-ാം വാക്യം 3:14 വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവസാനത്തോളം ആദ്യ വിശ്വാസം എന്ത് ചെയ്യണം? അവസാനത്തോളം മുറുകെ പിടിക്കണം. അവരോട് പറയുക. എന്നിട്ട് ഇപ്പൊ പറയുക എങ്ങനെ മുറുകെ പിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി ആകാശങ്ങളിൽ കൂടെ ക്രിസ്തു കരേറി പിതാവിന്റെ വലതുഭാഗത്ത് ചെന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. താൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ. കർത്താവ് ചെയ്തെടുത്തു. നമുക്കതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് പറയുക. ഹീസ് അവർ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഞാൻ ഒന്നുകൂടെ പറയാം, മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ പക്ഷപാതം ചെയ്യുക. അവരുടെ കുറവുകളെ എന്തിനാണ് ഈ പക്ഷപാതം ചെയ്യുന്നത്? നമുക്കറിയാം, പിശാച് അക്യൂസറാണ്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവനാണ്. ഇവനെ പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ പാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? പിശാച് അനുവാദം ചോദിച്ചെങ്കിലും ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടത് ഞാൻ അനുവദിച്ചില്ലെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മോശയുടെ ശരീരത്തെ പറ്റി വാദിക്കുന്നവനെ പിശാചിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. യോശുവ പുരോഹിതന്റെ വസ്ത്രത്തെ നോക്കി പിശാച് കുറ്റപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പിശാചിനെ സ്വർഗത്തിൽ തള്ളിയിടുന്നു. അവിടെ ഒരു യുദ്ധത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അപവാദിയായ പിശാച്, അക്യൂസറായ പിശാച് നമുക്കെതിരെ വരുമ്പോൾ നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ നോക്കി നിരാശപ്പെടുവാനല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം. ഒരു പരാജയം വന്നോ, പരാജയം നിന്നെ വിശ്വാസം ക്ഷീണിപ്പിക്കുവാൻ വേണ്ടി പിശാച് പറയും, എടാ നീ ഇങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ആയില്ലേ. ഉടനെ കർത്താവിന്റെ വചനത്തിൽ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, നീ എനിക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടുണ്ട്. ഞാൻ നിരാശപ്പെട്ട് പിശാചിന്റെ വാക്കുകൾ പിന്മാറുവാനല്ല, വചനത്തിൽ കൂടെ കേട്ട്, ഞാൻ പറഞ്ഞ പോലെ പിശാചിന്റെ ചിന്തകളെ മാറ്റി ദൈവിക ചിന്തകളെ കേട്ടിട്ട് നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കണം. ഇങ്ങനെ നമ്മൾ പറയേണ്ടത്, ഒരിക്കലും എന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്, എൻ്റെ കുറവുകളെ ക്ഷമിക്കുന്നൊരു കർത്താവുണ്ട്, അല്ല എന്നെ നേരെ നടത്തുന്നൊരു കർത്താവുണ്ട്, ഞാൻ അവനെ ഹോൾഡ് ഫാസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും കർത്താവ് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കുക ചെയ്യുന്നു. ഞാൻ അവിടെ പറഞ്ഞ് അത്രയും പറഞ്ഞ് പെട്ടെന്ന് ആ വാക്കുകളെ വിടുകയാണ്. എന്നിട്ട് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വാക്കുകൾ തീരാ സമയമായാലും 15-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, 15-ഉം 16-ഉം വാക്യങ്ങളും വരുമ്പോൾ, നമുക്കുള്ള മഹാപുരോഹിതൻ, എനിക്ക് തോന്നുന്നില്ല ഞാനിത് അടുത്ത ക്ലാസ്സിൽ ബാക്കിയോട് വിശദീകരിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, അവൻ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനത്രേ. എന്ന് വെച്ചാൽ വളരെ സന്തോഷം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് ആ മഹാപുരോഹിതന്റെ ക്യാരക്ടർ പറയാം. ഒന്നാമത് എന്താണ്? ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇവിടെ പറയുന്ന മഹാപുരോഹിതൻ വീണ്ടും പറയുക, എടാ നീ ഒരു കുറ്റം പറയുമ്പം നിന്നെ അടിക്കുന്നവനല്ല, നീ ഒരു പരാജയം വന്നാൽ ആ പരാജയത്തിന്റെ ആ അവസ്ഥയിലൂടെ, താൻ പാപം ചെയ്തില്ലെങ്കിലും ഈ പരീക്ഷയിൽ കൂടെ, നീ പരാജയപ്പെട്ട പരീക്ഷയിൽ കൂടെ കടന്നുപോയവനാവന്. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഞാൻ പറയാം, ജീസസ് എത്ര സന്തോഷകരോ, ജീസസ് ഈസ് എ സിമ്പതറ്റിക് ഹൈ പ്രീസ്റ്റ്. നമ്മുടെ ബലഹീനത അറിയുന്ന ഒരു നല്ല മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. ഞാനിങ്ങനെ ഒരു കഥ വായിക്കാനിടയായി. ഒരു കൊച്ചൊരിക്കല് ഒരു വെളിയിലാണ്, അവിടെ പട്ടിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിൽക്കുന്ന ഒരു കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പട്ടിക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞു. അവിടുത്തെ വെറ്റിനറി ഡോക്ടർ അവിടെ കൊണ്ട് പട്ടികളെയൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട്, ഇതിനെന്താ വിലയാന്ന് ചോദിച്ചു. $25, മറ്റേനെത്ര $100. പിന്നെ വില പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ വേറെ ഓരോരോ പട്ടികളെ കാണിക്കുക. അതായത് ഇങ്ങനെ ബിസിലടിച്ചപ്പോൾ തന്നെ ഒരു തള്ളപ്പട്ടിയും കുറച്ച് കൊച്ചുപട്ടികളും കൂടെ വന്നു. അത് ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഞൊണ്ടി വരുന്ന കണ്ടു. ഉടനെ ചോദിച്ചു, അതിനെന്താ എന്തോ പറ്റി? ഓ, അതിനെ ആർക്കും കൊടുക്കാനുള്ളതല്ല, അതിൻ്റെ ഒരു എക്സ്റേ എടുത്ത് കാണിച്ചു പറഞ്ഞു, ആ പട്ടിക്കുട്ടിയുടെ ഹിപ്പ് നേരത്തെ ഒടിഞ്ഞു പോയതാണ്, അതുകൊണ്ട് അതിനെ ഞങ്ങൾ വെറുതെ വിടുക, അത് ആർക്കും എടുക്കത്തില്ല, നീ ഒന്നും മേടിക്കണ്ട, അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളിക്കാരൻ എന്തെന്ന് വെച്ചിട്ട് പറഞ്ഞു, തൻ്റെ പാൻറ്റിൻ്റെ മേലോട്ട് പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു തൻ്റെ ഹിപ്പ്. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ആ പട്ടിക്കുട്ടിയുടെ വേദന, എൻ്റെ ഹിപ്പ് ഒടിഞ്ഞിട്ട് ഞാനിപ്പം ഇത് ഫിക്സ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാ എന്നും പറഞ്ഞ് ആ പട്ടിക്കുട്ടിയെ എടുത്തോണ്ട് കൊണ്ടുപോകാൻ ഇടയായി. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അതിനെ കണ്ടപ്പോൾ ഒരു സഹതാപം ഉണ്ടായതുപോലെ
നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷയുടെ മധ്യത്തിൽ, ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മളോട് സഹതാപം കാണിക്കുന്നവനാ. കാര്യം എന്ന് വെച്ചാൽ അവൻ അതിൽ കൂടെ കടന്നു പോയതാ. നമ്മൾ വായിച്ചു പാപമൊഴികെ. ഇവിടെ അത് ഒത്തിരി വിശദീകരിക്കേണ്ട വേദഭാവമാണ്. ഞാൻ അടുത്ത ക്ലാസ് വിശദീകരിക്കാൻ ഞാൻ അവിടെ അങ്ങ് നിർത്തുക. ഞാൻ പറയുന്നത് സഹതാപം കാണിക്കുന്ന നല്ലൊരു മഹാപുരോഹിതൻ. ഞാൻ പറയും ഈ പട്ടിക്കുട്ടിയുടെ ഉദാഹരണം ഒരു മാനുഷിക പരിമിതിയിൽ വെച്ചിട്ടുള്ള ഒരു ഉദാഹരണമാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനായി വന്നവൻ, നമ്മൾ ഏത് എക്സ്റ്റെൻഡിൽ നമുക്ക് പോകാമോ, ഞാൻ പറയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഏത് തലത്തിൽ വരാമോ അവിടെ വരെ പരീക്ഷിക്കപ്പെട്ടവനാ. ഇതിനകത്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ യേശുവിന് എങ്ങനെ പരീക്ഷ വന്നത്? അതൊക്കെ തിയോളജിക്കൽ ചോദ്യമാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയാം. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, എന്നാൽ ജഡത്തിൽ വന്ന യേശു കർത്താവ് നമ്മളെപ്പോലെ മനുഷ്യ ജഡമെടുത്തവൻ സകലത്തിലും നമുക്ക് പരീക്ഷിക്കപ്പെട്ടവനാ. ഇന്ന് രാത്രികാലം നമ്മുടെ വേദന അവനോട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പരാജയം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മളെ ആനയിക്കുന്ന ഒരു കർത്താവാണ്. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ബാക്കി ഇനി സമയം അവസാനിച്ചില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പറയാം, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സ്വസ്ഥത അവിടുന്ന് കടന്നുപോയൊരു സ്വസ്ഥതയാണപ്പാ. 7-ാം ദിവസം അവിടുന്ന് സ്വസ്ഥത അനുഭവിച്ചു. ഞങ്ങളോട് പറയുക, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിൽ കരേറുവാൻ ഉത്സാഹിപ്പിൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി ഉത്സാഹിക്കാൻ തക്കവണ്ണം പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ ഞങ്ങൾക്ക് എങ്ങനെ ഉത്സാഹിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രികാലം ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചു. അവിടുത്തെ വചനം ഞങ്ങളെ ക്രിയ ചെയ്യുന്നതും വചനം ഞങ്ങളെ പണിയുന്നതും ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും ഞങ്ങളെ സ്കാൻ ചെയ്യുന്നതും അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ കടന്നുപോയി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ട് കർത്താവേ, അയ്യോ ഇന്ന കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കി സർജറി ചെയ്യേണ്ടിയ സർജറി ചെയ്യും. ബാക്കിയുള്ളത് ഓർപ്പിക്കുമ്പോൾ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ സ്വീകാര്യം മുറുകെ പിടിക്കുവാൻ, ഞങ്ങളുടെ കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആ ഏറ്റുപറച്ചിൽ അത് ഞങ്ങൾ മുറുകെ പിടിക്കുവാൻ, ഒരു നാളും കൈവിടാത്ത ഞങ്ങൾ അവിശ്വസ്തരാകുമ്പോഴും വിശ്വസ്തനായി പാർക്കുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രികാലം ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയ മനോബദർ പ്രാർത്ഥിച്ച്